ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കിണറ്റിൽ വീണ 2.5 വയസ്സുകാരിക്ക് രക്ഷകനായി അതിഥി തൊഴിലാളി. കൊടകര സ്വദേശി മാഞ്ഞുക്കാരൻ പ്രിൻസിന്റെ 2.5 വയസ്സുള്ള മകളാണ് കിണറ്റിൽ വീണത്. കുതിരാൻ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ തുരത്താനുള്ള ആദ്യഘട്ട ദൌത്യം ആരംഭിച്ചു. ഒറ്റയാന് മതപ്പാടിന്റെ ലക്ഷണമുള്ളത് ദൌത്യം സങ്കീർണമാക്കിയേക്കും. വാഴക്കോട് വീണ്ടും കാട്ടാനകളുടെ വിളയാട്ടം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ മുതൽ കുറുമാലി പാലം വരെ ഗതാഗത കുരുക്ക് രൂക്ഷം. 100 കണക്കിന് വാഹനങ്ങളാണ് കുരുക്കിൽപ്പെട്ടത്. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ഓടിക്കൊണ്ടിരുന്ന ഇരുചക്ര വാഹനത്തിന് തീപിടിച്ചു. പുക കണ്ടയുടൻ വാഹനം നിർത്തിയിറങ്ങിയതിനാൽ യുവാവ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വീഡിയോ ചിത്രീകരിച്ചെന്ന പരാതിയിൽ ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിന്റെ പരാതിയിലാണ് കേസ്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ടിക്കറ്റ് ബുക്കിംഗ് ഞായറാഴ്ച മുതൽ ആരംഭിക്കും. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന് തൃശൂരിലും സ്റ്റോപ്പ്. പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ബാലമുരുകൻ തമിഴ്നാട്ടിലെത്തിയതായി വിവരം. ബാലമുരുകൻ ഭാര്യയെ ഫോൺ വിളിച്ചതായി പോലീസിന് വിവരം ലഭിച്ചു. വാർത്തകൾ വിശദമായി നോക്കാം. കിണറ്റിൽ വീണ 2.5 വയസ്സുകാരിക്ക് രക്ഷകനായി അതിഥി തൊഴിലാളി. കൊടകര മാഞ്ഞുക്കാരൻ പ്രിൻസിന്റെ 2.5 വയസ്സുള്ള മകളാണ് വീട്ടുകിണറ്റിൽ വീണത്. പരിസരത്ത് നിർമ്മാണത്തിലേർപ്പെട്ടിരുന്ന അതിഥി തൊഴിലാളിയായ മോർത്തുജ് വീട്ടുകാരുടെ കരച്ചിൽ കേട്ട് കിണറ്റിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. വെള്ളത്തിൽ താഴ്ന്നുപോയ കുട്ടിയെ ഉടൻ പൊക്കിയെടുത്ത് കരയ്ക്ക് കയറ്റി. ഇരു കൈകൾക്കും പരിക്കേറ്റ മോർത്തുജിനെ കൊടകരയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയെ കറുകുറ്റി അപ്പോളോ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുതിരാൻ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ തുരത്താനുള്ള ആദ്യഘട്ട ദൌത്യം ആരംഭിച്ചു. വയനാട്ടിൽ നിന്ന് എത്തിച്ച വിക്രം, ഭരത് എന്നീ കുങ്കിയാനകളാണ് ദൌത്യം ആരംഭിച്ചിരിക്കുന്നത്. കുങ്കിയാനകളെ ജനവാസ മേഖലയിൽ ഇറക്കി നടത്തിച്ച് ഒറ്റയാനെ വരുതിയിലാക്കാനാണ് നീക്കം. അതിനിടെ ഒറ്റയാൻ മതപ്പാടിന്റെ ലക്ഷണത്തിലാണെന്നുള്ളത് ദൌത്യം സങ്കീർണമാക്കിയിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കുങ്കിയാനകളെ എത്തിച്ച ശേഷം ഒറ്റയാൻ ജനവാസ മേഖലയിൽ എത്തിയിട്ടില്ല. ഒറ്റയാനെ കണ്ടെത്താൻ ഡ്രോൺ നിരീക്ഷണവും നടക്കുന്നുണ്ട്. വാഴക്കോട് വീണ്ടും കാട്ടാനകളുടെ വിളയാട്ടം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വാഴക്കോട് കാരക്കാട് വളവിൽ തൈവളപ്പിൽ ഭാസ്കരന്റെ പറമ്പിലെ കവുങ്ങുകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. സ്ഥിരം ആനകൾ ഇറങ്ങുന്ന ഇവിടെ ഭാസ്കരന്റെ 200ഓളം കവുങ്ങുകളാണ് ഇതിനകം നശിപ്പിച്ചത്. സോളാർ വേലിയും അലാറം സംവിധാനവും സമീപത്തുണ്ടെങ്കിലും ഒന്നും പ്രവർത്തിച്ചിരുന്നില്ലെന്നും വീട്ടുകാർ പറഞ്ഞു. 4 ആനകളാണ് ഇന്ന് പുലർച്ചെ ഇറങ്ങിയത്. ആനശല്യം മൂലം കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലാണ് കർഷകർ. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ മുതൽ കുറുമാലി പാലം കടന്ന് വാഹനനിര നീണ്ടു. 100 കണക്കിന് വാഹനങ്ങളാണ് ശനിയാഴ്ച രാവിലെ മുതൽ ഗതാഗത കുരുക്കിൽപ്പെട്ട് വലഞ്ഞത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള ആവശ്യ സർവീസുകൾ 1 മണിക്കൂറോളം ഗതാഗത കുരുക്കിൽപ്പെട്ടു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് വാഹനങ്ങൾ ഒറ്റവരിയായി കടത്തിവിടുന്നതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ കാരണം. ചാലക്കുടി ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങൾ നന്ദിക്കര, പുതുക്കാട് എന്നിവിടങ്ങളിൽ തിരിഞ്ഞ് ചുറ്റി വളഞ്ഞാണ് തൃശൂരിലെത്തുന്നത്. പുതുക്കാട് സിഗ്നലിൽ എത്തുന്ന വാഹനങ്ങൾ കാഞ്ഞൂർ റോഡിലൂടെ തിരിഞ്ഞു പോകുന്നത് ചെറിയ റോഡുകളിലും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. ശനിയാഴ്ച രാവിലെ മുതൽ തുടങ്ങിയ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. അടിപ്പാത നിർമ്മാണ കരാർ കമ്പനിയുടെ വിരലിലെണ്ണാവുന്ന ജീവനക്കാരും ഹോം ഗാർഡുകളുമാണ് ദേശീയപാതയിലെ ഗതാഗത നിയന്ത്രണം നടത്തുന്നത്. ഗതാഗതക്കുരുക്കിൽപ്പെട്ട വാഹനങ്ങൾ ടോൾ പ്ലാസയിൽ എത്തുമ്പോൾ വീണ്ടും വരി നിന്ന് കാത്തുകിടക്കേണ്ട അവസ്ഥയാണ്. മണിക്കൂറുകളോളം വരിയിൽ കിടന്ന് വലഞ്ഞ വാഹനയാത്രക്കാർക്ക് സുഗമമായ സഞ്ചാരം ഒരുക്കാൻ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്
പുതുക്കാട്. ഓട്ടുപാറയിൽ ഓടിക്കൊണ്ടിരുന്ന ഇരുചക്ര വാഹനത്തിന് തീപിടിച്ചു. പുക കണ്ടയുടൻ ബൈക്ക് നിർത്തിയിറങ്ങിയതിനാൽ യുവാവ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉടൻ തന്നെ സമീപത്തെ വ്യാപാരികളും ചുമട്ടുതൊഴിലാളികളും നാട്ടുകാരും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഉത്രാളിക്കാവ് സ്വദേശിയായ മൂര്യത്ത് വീട്ടിൽ കൈലാസിന്റെ വാഹനത്തിനാണ് തീപിടിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വീഡിയോ ചിത്രീകരിച്ചെന്ന പരാതിയിൽ വ്ളോഗർ ജസ്ന സലീമിനും മറ്റൊരു വ്ളോഗർക്കുമെതിരെ ടെമ്പിൾ പോലീസ് കേസെടുത്തു. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിന്റെ പരാതിയിലാണ് കേസെടുത്തത്. കഴിഞ്ഞ 5-നാണ് ജസ്നയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. കിഴക്കേ നടപ്പുരയ്ക്ക് സമീപവും മഞ്ജുളാലിന് സമീപവുമാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ക്ഷേത്രവും നടപ്പുരയും കാണുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ചുവെന്നാണ് പരാതി. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ACP C പ്രേമാനന്ദകൃഷ്ണൻ പറഞ്ഞു. പടിഞ്ഞാറേ നടയിലാണ് മറ്റൊരു വ്ളോഗർ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശിനിയായ ജസ്നയ്ക്കെതിരെ നേരത്തെയും ടെമ്പിൾ പോലീസ് കേസെടുത്തിരുന്നു. കിഴക്കേ നടയിൽ ഈ ഭണ്ഡാരത്തിന് മുകളിലുള്ള കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിലാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം ടെമ്പിൾ പോലീസ് കേസെടുത്തിരുന്നത്. ഇവർ നേരത്തെ ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചതും ക്ഷേത്രത്തിലെത്തിയ മറ്റു ഭക്തരുമായി തർക്കത്തിലേർപ്പെട്ടതും വിവാദമായിരുന്നു. ഈ സംഭവം ഹൈക്കോടതിയിൽ എത്തിയതിനെ തുടർന്നാണ് ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണത്തിന് നിരോധനം ഏർപ്പെടുത്തിയത്. TCV ന്യൂസ്, ഗുരുവായൂർ. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ നിന്ന് വെർച്വലായി ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ എറണാകുളത്ത് നിന്നാണ് സർവീസിന് തുടക്കമായത്. ചെയർകാറിന് 1095 രൂപയും എക്സിക്യൂട്ടീവ് ചെയർകാറിന് 2289 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. KSR ബംഗളൂരുവിൽ നിന്ന് രാവിലെ 5:10 പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. 2:20 എറണാകുളത്ത് നിന്ന് തിരിച്ച് രാത്രി 11 ബംഗളൂരിലെത്തും. 8 മണിക്കൂർ 40 മിനിറ്റാണ് സർവീസ് സമയം. ബുധനാഴ്ചകളിൽ സർവീസ് ഉണ്ടാകില്ല. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് ഈ റൂട്ടിലെ ഏറ്റവും വേഗമേറിയ ട്രെയിനാണ്. ടിക്കറ്റ് ബുക്കിംഗ് ഞായറാഴ്ച മുതൽ ആരംഭിക്കും. എറണാകുളം ബംഗളൂരു വന്ദേഭാരതിന് തൃശൂരിലും സ്റ്റോപ്പുണ്ട്. തൃശൂരിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ബാലമുരുകൻ രാമേശ്വരത്തുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു. കോയമ്പത്തൂരിൽ നിന്ന് ബാലമുരുകൻ ഭാര്യയെ ഫോണിൽ വിളിച്ചുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. വിയൂർ പോലീസ് സംഘം തമിഴ്നാട്ടിലെത്തി. തിങ്കളാഴ്ച രാത്രി 9:45ഓടെയാണ് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. ചൊവ്വാഴ്ച പുലർച്ചെ കോയമ്പത്തൂരിലെത്തിയ ശേഷമാണ് ബാലമുരുകൻ ഭാര്യയെ ഫോണിൽ വിളിച്ചത്. വഴിയാത്രക്കാരന്റെ മൊബൈൽ ഫോൺ വാങ്ങിയായിരുന്നു ഭാര്യയെ വിളിച്ചത്. തെങ്കാശിയിലാണ് ബാലമുരുകന്റെ ഭാര്യ താമസിക്കുന്നത്. തീർത്ഥാടന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ബാലമുരുകനായി തിരച്ചിൽ നടത്തുന്നുണ്ട്. തമിഴ്നാട് ക്യൂ ബ്രാഞ്ചുമായി സഹകരിച്ചാണ് അന്വേഷണം. ഭാര്യയെ വിളിക്കാൻ ബാലമുരുകന് ഫോൺ നൽകിയ ആളെ ക്യൂ ബ്രാഞ്ച് ചോദ്യം ചെയ്തു. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സാമൂഹിക നീതി വകുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ മന്ത്രി R ബിന്ദു പ്രഖ്യാപിച്ചു. 16 വിഭാഗങ്ങളിലായി 30 പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. കേൾവി പരിമിതിയുള്ള പൊതുമേഖലയിലെ മികച്ച ജീവനക്കാരനായി കോട്ടയം സ്വദേശി തോമസ് മൈക്കിളിനെയും മികച്ച ഭിന്നശേഷിത്വമുള്ള മാതൃകാ വ്യക്തിക്കുള്ള പുരസ്കാരത്തിന് തൃശൂർ പൂങ്കുന്നം സ്വദേശി ശ്രേയസ് കിരണിനെയും തിരഞ്ഞെടുത്തു. തൃശൂർ സ്വദേശിനി പൂജ സിനിമാ സംവിധയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹയായി. ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുന്ന മികച്ച പിന്തുണ നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള പുരസ്കാരത്തിന് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും ഭിന്നശേഷി മേഖലയിലെ സേവനങ്ങൾക്കുള്ള മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരത്തിന് വേലൂർ പഞ്ചായത്തും അർഹമായി. BJP വിമത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുല്ലശ്ശേരി പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ച NS സജിത്ത് CPM-ൽ ചേർന്നു. മുല്ലശ്ശേരിയിലെ CPM പാർട്ടി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ സജിത്തിന് പതാക കൈമാറി. മതരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ആധുനിക സമൂഹത്തിൽ പ്രസക്തിയില്ലെന്നും DYFIയുടെ പ്രവർത്തനങ്ങളിൽ ആകർഷിച്ചാണ് പാർട്ടി മാറുന്നതെന്നും സജിത്ത് പറഞ്ഞു. മതരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് ഈ രാജ്യത്തോ ആധുനിക സമൂഹത്തിൽ യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല എന്ന ആ തിരിച്ചറിവിൻ്റെ ഭാഗമായാണ് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് CPM-ന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്.
മാത്രവുമല്ല ഈ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായും അതുപോലെ തന്നെ നമ്മുടെ DYFI മുതലായ യുവജന പ്രസ്ഥാനങ്ങളുടെ വലിയ തരത്തിലുള്ള സേവനങ്ങളും അത് വലിയ പ്രാധാന്യം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾ ആകർഷണമായതുകൊണ്ടും ഇന്നിൻ്റെ ഈ ഇന്ത്യക്കും കേരളത്തിനും ഇന്ത്യ മുതലായ മുഴുവൻ രാഷ്ട്രീയത്തിനും ഈ പ്രാധാന്യം LDF ആണ്, ഇടതുപക്ഷമാണ്, CPM ആണെന്നുള്ള തിരിച്ചറിവാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത്. എല്ലാ സഖാക്കൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, ഏരിയ സെക്രട്ടറി PA രമേശൻ, CITU ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ, മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗീത ഭരതൻ, കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ സെക്രട്ടറി AK ഹുസൈൻ, PG സുബിദാസ്, മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി എന്നിവർ സംസാരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കാലാവധി പൂർത്തിയാക്കുന്ന തൃശൂർ കോർപ്പറേഷന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന വികസന രേഖ പ്രകാശനം ചെയ്തു. കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ വികസന രേഖയുടെ പ്രകാശനം നിർവഹിച്ചു. സമസ്ത മേഖലയിലും അഭിമാനാർഹമായ വികസന നേട്ടങ്ങളാണ് കോർപ്പറേഷൻ ഭരണസമിതി നേടിയത്. ഇതിനെ അംഗീകരിക്കുന്നതായി മന്ത്രി അഭിപ്രായപ്പെട്ടു. ജനറൽ ആശുപത്രി ഏറ്റവും ശ്രദ്ധേയമായി മാറിയ ഒരു മേഖലയാണ്. എല്ലാ സോണുകളിലും സൗജന്യമായി കുടിവെള്ളത്തിന്റെ പൈപ്പുകൾ സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിക്കുകയും അതുവഴി BPL വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് കുടിവെള്ളത്തിന് പൈപ്പുകൾ സ്ഥാപിക്കാൻ പണമില്ലാത്ത വിധത്തിൽ തന്നെ തയ്യാറാക്കുകയും വാട്ടർ സോഴ്സുകൾ ഏറ്റവും മനോഹരമായി കണ്ടുകൊണ്ട് അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തത് അടക്കമുള്ള നിരവധി പ്രത്യേകതകൾ സ്വാഭാവികമായിട്ടും കോർപ്പറേഷന്റെ ഭരണകാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. 1500 കോടിയുടെ വികസന പദ്ധതികളാണ് 5 വർഷം കൊണ്ട് നടപ്പിലാക്കാനായത്. ഇതിൽ തികഞ്ഞ അഭിമാനമുണ്ടെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ച മേയർ തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പം ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇപ്പോൾ താൻ ഒപ്പമുണ്ടെന്നായിരുന്നു മറുപടി. 30 വർഷമായി കൗൺസിലറാണെങ്കിലും ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഭരണസമിതിയാണ് ഇത്തവണത്തേതെന്ന് കൗൺസിൽ യോഗത്തിൽ പലപ്പോഴും ഭരണസമിതിക്ക് എതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്ന ഡെപ്യൂട്ടി മേയർ ML റോസി പറഞ്ഞത് കയ്യടി നേടി. കോടികൾ 59 മറ്റു കോടികൾ ചെലവഴിച്ചുകൊണ്ട് 800 mm പൈപ്പിന് മാത്രമല്ല എല്ലാവർക്കും ഫ്രീ കണക്ഷൻ കൊടുത്തത് കൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷന്റെ 55 ഡിവിഷനിലും കുടിവെള്ളത്തിന് വേണ്ടി ഒരു പ്രശ്നവും ഇപ്പോൾ ഇല്ല. നേട്ടങ്ങളുടെ കുതിപ്പിൽ LDF ഭരണസമിതി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് കൂട്ടിച്ചേർത്ത ML റോസി താൻ ഇക്കുറിയും മത്സരരംഗത്തുണ്ടാകുമെന്നും വ്യക്തമാക്കി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, സാറാമ റോബ്സൺ, കരോളിൻ ജെറീഷ് എന്നിവർ സംസാരിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമായ ലേണിംഗ് സിറ്റി, ശക്തൻ നഗറിലെ ആകാശപാത, വഞ്ചിക്കുളം, ലാലൂരിലെ IM വിജയൻ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ്, വിശപ്പുരഹിത നഗരം പദ്ധതിയായ മന്ന, കുടിവെള്ളം, മാലിന്യ സംസ്കരണം, ജനറൽ ആശുപത്രി വികസനം ഇങ്ങനെ കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന രേഖയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. 5 വർഷത്തെ വികസന നേട്ടങ്ങൾ നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതിന് തയ്യാറാക്കിയിട്ടുള്ള വീഡിയോയും ചടങ്ങിൽ അവതരിപ്പിച്ചു. TCV തൃശൂർ. CPM-ൽ ചേർന്ന മുല്ലശ്ശേരി പഞ്ചായത്ത് അംഗം NS സജിത്തിന് സ്വീകരണം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി, ജനപ്രതിനിധികളായ ശ്രീദേവി ജയരാജൻ, മിനി മോഹൻദാസ്, ശ്രീദേവി ഡേവിസ്, ശില്പ ഷിജു, റഹീസ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിനു സമീപം കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. വേങ്ങര പുത്തൻപീടികയിൽ റാഫി, പരപ്പനങ്ങാടി ചെപ്പങ്ങത്തിൽ അബ്ദുൽ സലാം എന്നിവരെയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. പോലീസിനെ കണ്ടതോടെ ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു.
2 ദിവസം നീണ്ടു നിൽക്കുന്ന വള്ളത്തോൾ ജയന്തിക്കും കലാമണ്ഡലം വാർഷികാഘോഷത്തിനും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ പതാക ഉയർന്നു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പതാക ഉയർത്തി. ചടങ്ങിൽ കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളും അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. തുടർന്ന് കലാമണ്ഡലം KP അച്യുതാനന്ദൻ, കലാമണ്ഡലം വേണു മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിൽ സോപാന സംഗീതം അരങ്ങേറി. വൈകിട്ട് നടക്കുന്ന മണക്കുളം മുകുന്ദരാജ അനുസ്മരണ യോഗത്തിൽ ഡോക്ടർ സദനം ഹരികുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. തുടർന്ന് ചെമ്പൈ രാമകൃഷ്ണമൂർത്തിയുടെ കർണാടക സംഗീത കച്ചേരി നടക്കും. 2ാം ദിവസമായ ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന കലാമണ്ഡലം വാർഷിക സമ്മേളനവും വള്ളത്തോൾ അനുസ്മരണവും സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ N. ഗോബ്രഗഡെ ഉദ്ഘാടനം ചെയ്യും. തിരുവത്ര കോട്ടപ്പുറത്ത് ബൈക്കിൽ മിനി ലോറി ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. വടക്കാഞ്ചേരി പുലിപ്പറമ്പിൽ 18 വയസ്സുള്ള സലാഹുള്ളയ്ക്കാണ് പരിക്ക്. പരിക്കേറ്റ യുവാവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുറ്റിച്ചൂരിൽ കാറിലെത്തിയ സംഘം ബൈക്ക് യാത്രക്കാരന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് 3 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതം. വാടാനപ്പള്ളിയിൽ ഗോൾഡ് പോളിഷിംഗ് സ്ഥാപനം നടത്തുന്ന മഹാരാഷ്ട്ര സ്വദേശി അക്ഷയുടെ കൈവശമുണ്ടായിരുന്ന 3 ലക്ഷം രൂപയാണ് കാറിലെത്തിയ സംഘം കവർന്നത്. ചാഴൂർ മുതൽ യുവാവിനെ കവർച്ചാ സംഘം കാറിൽ പിന്തുടർന്നിരുന്നു. ഈ കാർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. CCTV ക്യാമറകളിൽ നിന്ന് കാറിന്റെ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുതുവറ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള കവാടത്തിന് മുന്നിൽ കോൺക്രീറ്റ് ഡിവൈഡർ സ്ഥാപിച്ചത് പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് മുൻ MLA അനിൽ അക്ര ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി. തൃശൂർ പുഴയ്ക്കൽ, അടാട്ട് തുടങ്ങിയ ഭാഗത്തേക്ക് നിന്ന് വരുന്ന ഭക്തർക്കും ചൂരക്കോട്ടുകാവ്, രാമൻചിറ, അയ്യപ്പൻകാവ് തുടങ്ങിയ പ്രദേശത്തേക്കും മുതുവറ കുറ്റൂർ റോഡിലേക്കുമുള്ള പ്രവേശനം ഡിവൈഡർ സ്ഥാപിച്ചതുമൂലം തടസ്സപ്പെട്ടിരിക്കുകയാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ഉതകുന്ന തരത്തിലല്ല റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതെന്നും കത്തിൽ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം U-ടേൺ അടച്ചുകെട്ടിയത് ചുറ്റിക ഉപയോഗിച്ച് അനിൽ അക്ര തകർത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുൻ MLAക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് പേരാമംഗലം പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിരുവല്ലോമല പഞ്ചായത്തിലെ കോൺഗ്രസ്, BJP, CPM വനിതാ പഞ്ചായത്ത് അംഗങ്ങൾ ചേർന്ന് അവതരിപ്പിച്ച നൃത്തം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. പഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ, BJPയിലെ സ്മിത സുകുമാരൻ, CPMയിലെ വിനി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് KA ഷബ്ന, U. ദേവി, M. ഗിരിജ, പ്രശാന്തി രാമരാജൻ, KT സുമതി, ബേബി രജിത എന്നിവർ ചേർന്നാണ് കാട്ടുകുളം ആനമലയിൽ വെച്ച് നൃത്തച്ചുവടുകൾ വെച്ചത്. ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാവാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം പറപ്പൂരിൽ നടന്ന തൃശൂർ വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ LP ജനറൽ വിഭാഗത്തിൽ മികച്ച വിജയം നേടിയ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി. മത്സരിച്ച 13 ഇനങ്ങളിൽ നിന്ന് വിദ്യാലയം 63 പോയിന്റ് നേടിയിരുന്നു. പ്രധാന അധ്യാപകൻ P. രജിത്, അധ്യാപികമാരായ അജിത, നിഷ, രാധിക, പാർവതി എന്നിവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. സ്കൂൾ ഒളിമ്പിക്സിൽ ബോക്സിംഗിൽ അപൂർവ നേട്ടവുമായി തിരുവല്ലോമല സ്വദേശിനികളായ സഹോദരിമാർ. തിരുവല്ലോമല പട്ടിപ്പറമ്പ് മേച്ചിറക്കളം മധു കീർത്തി ദമ്പതികളുടെ മക്കളായ അമിത, ആദിത്യ എന്നിവരാണ് ജേതാക്കളായത്. കോയമ്പത്തൂരിലെ രത്നം കോളേജിൽ BCom വിദ്യാർത്ഥിനിയായ ആദിത്യ തമിഴ്നാടിന് വേണ്ടിയാണ് മത്സരത്തിനിറങ്ങിയത്. 48 കിലോ വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ സഹോദരി അമിത കേരളത്തിന് വേണ്ടി മത്സരത്തിനിറങ്ങുകയും 54 കിലോ താഴെയുള്ള വിഭാഗത്തിൽ സ്വർണം കരസ്ഥമാക്കി നാഷണൽ വിഭാഗത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയും നേടി. ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS വളണ്ടിയേഴ്സിനായി NSS യൂണിറ്റിന്റെയും തലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. തലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി പാനൽ ലോയർ അഡ്വക്കേറ്റ് സൗമ്യ മായദാസ് ക്ലാസിന് നേതൃത്വം നൽകി. പാരാലീഗൽ വളണ്ടിയർ റസീന, NSS പ്രോഗ്രാം കോർഡിനേറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. കാശ്മീർ ടൂറിസം അതോറിറ്റി സംഘടിപ്പിച്ച മാരത്തോൺ വിജയകരമായി പൂർത്തിയാക്കി അന്തിക്കാട് സ്വദേശി നിസാർ. 11 ലോക രാഷ്ട്രങ്ങളിൽ നിന്ന് 1500 പേർ പങ്കെടുത്ത മത്സരത്തിൽ 62ാം സ്ഥാനത്തായാണ് നിസാർ ഓട്ടം പൂർത്തിയാക്കിയത്. സമുദ്രനിരപ്പിൽ നിന്ന് 5194 അടി ഉയരത്തിൽ ഓക്സിജൻ ലഭ്യത താരതമ്യേന കുറവുള്ള ശ്രീനഗർ പട്ടണത്തിലായിരുന്നു സാഹസിക മാരത്തോൺ അരങ്ങേറിയത്.
UAE-യിൽ പ്രവാസ ജീവിതം നയിക്കുന്ന നിസാർ കേരള റൈഡേഴ്സ് എന്ന കൂട്ടായ്മയിലൂടെയാണ് ഈ രംഗത്തേക്ക് എത്തിയത്. അന്തിക്കാട് പുത്തൻകോവിലകത്തിന് സമീപം പുതുമനക്കര അബ്ദുൾ റസാഖ് ജമീല ദമ്പതികളുടെ മകനാണ് നിസാർ. എടത്തുരുത്തി പഞ്ചായത്തിൽ നവീകരിച്ച സർദാർ ഫസ്റ്റ് റീച്ച് റോഡിന്റെ ഉദ്ഘാടനം E.T. ടൈസൺ MLA നിർവഹിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് T.K. ചന്ദ്രബാബു അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, PA ഷമീർ, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് VK ജ്യോതിപ്രകാശ്, കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബൈന പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. 7 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി വിനിയോഗിക്കപ്പെട്ടത്. അതുകൂടാതെ 7 ലക്ഷത്തോളം സംഖ്യ നമ്മുടെ പഞ്ചായത്ത് വേറെ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആ കൽവർത്തിൻ്റെ പണിയുന്നതിന് ഉൾപ്പെടെയുള്ളതാണ്. പഞ്ചായത്ത് പ്രത്യേകമായിട്ടുള്ള പണം നീക്കി. 37ാമത് ഫെഡറേഷൻ കപ്പ് വോളിബോൾ ടൂർണമെന്റ് ജനുവരി 18 മുതൽ 25 വരെ തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ടൂർണമെന്റിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. TSGA ചെയർമാൻ TN പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. വോളിബോൾ അസോസിയേഷൻ ഭാരവാഹികളായ പനമ്പിള്ളി ശശിധരൻ, V ശിവകുമാർ, ജോഷി ജോർജ്, TSGA ഭാരവാഹികളായ ശിവൻ കണ്ണോളി, PM അഹമ്മദ്, PR താരാനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ഉപജില്ലാ കലോത്സവത്തിൽ 617 പോയിന്റോടെ ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. സമാപന സമ്മേളനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ EK സദാശിവൻ, CC സോമസുന്ദരൻ, സെബി കൊടിയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തിയിൽ ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. മഹാകവി വള്ളത്തോൾ മ്യൂസിയത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലാണ് പാമ്പിനെ കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് സ്നേക് റെസ്ക്യൂവർ മണി എത്തി പാമ്പിനെ പിടികൂടി തുടർന്ന് വനത്തിൽ ഉപേക്ഷിച്ചു. മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ച തളിക്കുളം സ്വദേശിനി അനീഷ അഷ്റഫ് പ്രത്യേക അനുമതിയോടെ വീട്ടിലിരുന്ന് 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി. വീട്ടിലൊരുക്കിയ പരീക്ഷാ ഹാളിന് സമാനമായ മുറിയിൽ അനീഷയും ഇൻവിജിലേറ്ററും മാത്രമാണ് പരീക്ഷ എഴുതിയത്. ആരോഗ്യ പരിമിതികൾക്ക് തകർക്കാനാകാത്ത ആത്മവിശ്വാസവും സാഹചര്യങ്ങൾക്ക് സമരസപ്പെടാത്ത മനോധൈര്യവുമാണ് അനീഷയുടെ ജീവിതത്തോടുള്ള സമീപനം. സാക്ഷരതാ മിഷൻ, സാമൂഹിക നീതി വകുപ്പ്, ഭിന്നശേഷി വകുപ്പ് എന്നിവരുടെ നിരന്തര ഇടപെടലുകളെ തുടർന്നാണ് അനീഷയ്ക്ക് സ്വപ്നം സാക്ഷാത്കാരമായത്. പൊതുപരീക്ഷയുടെ രഹസ്യ സ്വഭാവം പരിഗണിച്ച് ആദ്യം ബുദ്ധിമുട്ടറിയിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് പിന്നീട് പ്രത്യേക നടപടി സ്വീകരിക്കുകയായിരുന്നു. ഈ വിവരം വീഡിയോ കോൾ വഴി മന്ത്രി V ശിവൻകുട്ടി അനീഷയെ അറിയിച്ചു. ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അനീഷയുടെ അസാമാന്യ ഇച്ഛാശക്തി മറ്റ് വിദ്യാർത്ഥികൾക്ക് പ്രചോദനം പകരുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം 5ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്ന അനീഷ 2023 സാക്ഷരതാ മിഷന്റെ പ്രത്യേക ഇടപെടലിലൂടെ 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ വീട്ടിലിരുന്ന് എഴുതി വിജയിച്ചിരുന്നു. 2023 സംസ്ഥാന ഭിന്നശേഷി അവാർഡും അനീഷയെ തേടിയെത്തി. 2021 ഭിന്നശേഷി വകുപ്പ് സംഘടിപ്പിച്ച ഓൺലൈൻ കഥാരചന മത്സരത്തിൽ 1ാം സമ്മാനവും അനീഷയ്ക്ക് ലഭിച്ചിരുന്നു. TCV ന്യൂസ്, കയ്പമംഗലം. നവീകരിച്ച കടപ്പുറം ഒരുമനയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം കടവ് പാലം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി, ഒരുമനയൂർ പഞ്ചായത്ത് വിജിത സന്തോഷ്, കടപ്പുറം പഞ്ചായത്ത് മെമ്പർമാരായ VP മൻസൂർ അലി, പ്രസന്ന ചന്ദ്രൻ, റാഹില വഹാബ്, PA മുഹമ്മദ് എന്നിവരും സംസാരിച്ചു. മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തുടർച്ചയായി മികച്ച വിജയം കരസ്ഥമാക്കിയ മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ സ്കൂളിൽ നിന്നും മുല്ലശ്ശേരി സെന്ററിലേക്ക് ട്രോഫികളുമായിട്ടാണ് വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തിയത്. പ്രിൻസിപ്പൽ AH റീജ, കൺവീനർ G നിഷ, PTA പ്രസിഡന്റ് സ്വപ്ന സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി.
കൊടുങ്ങല്ലൂരിൽ കിണറ്റിൽ വീണ കുറുനരിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷിച്ച് കാട്ടിൽ വിട്ടയച്ചു. നഗരസഭയിലെ 44-ാം വാർഡിൽ തിരുവള്ളൂർ കൊട്ടേക്കാട് ദിവാകരന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ നഗരസഭയുടെ അധീനതയിലുള്ള പൊതുകിണറ്റിലാണ് കുറുനരി വീണത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതി വനംവകുപ്പിന്റെ സഹായം തേടുകയായിരുന്നു. ഏറെ നേരം പരിശ്രമത്തിനൊടുവിലാണ് കുറുനരിയെ രക്ഷിച്ചത്. പാവറട്ടി സെന്റ് ജോസഫ് സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ ശുചിമുറി ബ്ലോക്ക് വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലിയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ശുചിമുറി ബ്ലോക്ക് നിർമ്മിച്ചിട്ടുള്ളത്. സെന്റ് ജോസഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ ജെറോം ബാബു, ഹെഡ്മാസ്റ്റർ PF ജോസ്, പ്രിൻസിപ്പൽ KD ജോയ്, PTA പ്രസിഡന്റ് P സന്തോഷ് എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി ആർട്സ് ആൻഡ് സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഫൗണ്ടേഷൻ സൊസൈറ്റി മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽനാഥ് ധനേഷ് അധ്യക്ഷത വഹിച്ചു. അക്കാദമി പ്രസിഡന്റ് KP ആലി, സെക്രട്ടറി നളിൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കലാകായിക രംഗങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. വാണിജ്യം. രാജ്യാന്തര റേഡിയോളജി ദിനത്തിൽ തൃശൂർ ആത്രയ ഹോസ്പിറ്റലിൽ പ്രൈഡ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂരിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ സംരംഭമാണിത്. പ്രിവന്റീവ് റേഡിയോളജി ഇന്റർവെൻഷൻസ് ആൻഡ് ഡയഗ്നോസ്റ്റിക് എക്സലൻസ് പ്രൈഡ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം തൃശൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KG സുരേഷ് നിർവഹിച്ചു. ആത്രേയ ഹോസ്പിറ്റൽ MD ഡോക്ടർ രാംകുമാർ മേനോൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ് ഡോക്ടർ MG രാജേഷ്, മസ്കുലോസ്കലേറ്റൽ റേഡിയോളജി ഫെലോഷിപ്പ് വിന്നർ ഡോക്ടർ ഡെയിൻ ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്രമായ ആരോഗ്യത്തിന് വിവിധ സ്കാനിംഗ് രീതികൾ ഉപയോഗിച്ചുള്ള പ്രതിരോധം, രോഗനിർണയം, ഇമേജ് ഗൈഡഡ് ചികിത്സകൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ക്ലിനിക് എന്ന നിലയിലാണ് പ്രൈഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ കണ്ടുവരുന്ന ശൈലീരോഗങ്ങളിൽ പ്രധാനമായ ഫാറ്റി ലിവർ ഇലാസ്ട്രോഗ്രാഫി എന്ന അൾട്രാസൗണ്ട് പരിശോധനയിലൂടെ നേരത്തെ കണ്ടെത്തി ജീവിതശൈലി മാറ്റുന്നതിലൂടെ കരൾ രോഗം വരുന്നത് തടയാനാകും. ശസ്ത്രക്രിയ കൂടാതെ വേദനയ്ക്ക് ആശ്വാസം നൽകുന്ന അൾട്രാസൗണ്ടഡ് ഗൈഡഡ് മിനിമലി ഇൻവേസീവ് മസ്കുലോസ്കലേറ്റൽ ചികിത്സകൾ, സന്ധി ഇഞ്ചക്ഷനുകൾ, നടുവേദനയ്ക്കുള്ള സെലക്റ്റീവ് നെർവ് റൂട്ട് ബ്ലോക്കുകൾ പോലുള്ള ചികിത്സകൾ ഈ റേഡിയോളജി ക്ലിനിക്കിൽ ലഭ്യമാകും. ഒറ്റ ദിവസത്തെ ചികിത്സാ നടപടി, അനസ്തീസിയ ഇല്ലാതെ വേഗത്തിലുള്ള വേദനാശമനം, ചെലവ് കുറഞ്ഞുള്ള ശസ്ത്രക്രിയാരഹിത മാർഗം എന്നിവ ഈ ചികിത്സകളുടെ സവിശേഷതകളാണ്. കൂടാതെ എക്സ്റേ, CT സ്കാൻ, അൾട്രാസൗണ്ട്, MRI തുടങ്ങിയ രോഗനിർണയ സൗകര്യങ്ങളും ബയോപ്സി പരിശോധനകളും ആശുപത്രിയിൽ ലഭ്യമാണ്. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,185 രൂപ, പവന് 89,480 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. കിണറ്റിൽ വീണ 2.5 വയസ്സുകാരിക്ക് രക്ഷകനായി അതിഥി തൊഴിലാളി. കൊടകര സ്വദേശി മാഞ്ഞുകാരൻ പ്രിൻസിന്റെ 2.5 വയസ്സുള്ള മകളാണ് കിണറ്റിൽ വീണത്. കുതിരാൻ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ തുരത്താനുള്ള ആദ്യഘട്ട ദൌത്യം ആരംഭിച്ചു. ഒറ്റയാന് മതപ്പാടിൻ ലക്ഷണമുള്ളത് ദൌത്യം സങ്കീർണമാക്കിയേക്കും. വാഴക്കോട് വീണ്ടും കാട്ടാനകളുടെ വിളയാട്ടം, വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ മുതൽ കുറുമാലിപ്പാലം വരെ ഗതാഗത കുരുക്ക് രൂക്ഷം. 100 കണക്കിന് വാഹനങ്ങളാണ് കുരുക്കിൽപ്പെട്ടത്.
വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ഓടിക്കൊണ്ടിരുന്ന ഇരുചക്ര വാഹനത്തിന് തീപിടിച്ചു. പുക കണ്ടയുടൻ വാഹനം നിർത്തിയിറങ്ങിയതിനാൽ യുവാവ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വീഡിയോ ചിത്രീകരിച്ചെന്ന പരാതിയിൽ ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിന്റെ പരാതിയിലാണ് കേസ്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ടിക്കറ്റ് ബുക്കിംഗ് ഞായറാഴ്ച മുതൽ ആരംഭിക്കും. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന് തൃശൂരിലും സ്റ്റോപ്പ്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ബാലമുരുകൻ തമിഴ്നാട്ടിലെത്തിയതായി വിവരം. ബാലമുരുകൻ ഭാര്യയെ ഫോൺ വിളിച്ചതായി പോലീസിന് വിവരം ലഭിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.